കേന്ദ്രത്തെ കടന്നാക്രമിച്ച് വീണ്ടും രാഹുൽ ഗാന്ധി. ലൈവ് അറ്റ് 6 തുടങ്ങുന്നു. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. നിസ്കാരമുറി ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് നിർമ്മല കോളേജ് മാനേജ്മെന്റ്. തെറ്റായ പ്രചാരണം നടത്തുന്നവർ അത് അവസാനിപ്പിക്കണം. വിദ്യാർത്ഥി സമരത്തിന് പിന്തുണയില്ലെന്ന് SFIയും MSFും. വിവാദമായതോടെ ഖേദമറിയിച്ച് മഹൽ കമ്മിറ്റി. ബജറ്റ് ചർച്ചയിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് രാഹുൽ ഗാന്ധി. ഇന്ത്യ അഭിമന്യുവിനെ പോലെ ചക്രവ്യൂഹത്തിന്റെ കുരുക്കിൽ. നിയന്ത്രിക്കുന്നത് മോദിയും അമിത്ഷായും ഉൾപ്പെടെ 6 പേർ. एक नया चक्रव्यूह तैयार हुआ है स्पीकर सर, वो भी लोटस की शेप में है सर. ഇടപെട്ട് സ്പീക്കർ. സഭയിൽ ഇല്ലാത്തവരുടെ പേര് പറയരുതെന്ന് ഓം ബിർള. കനത്ത മഴയിൽ മുങ്ങി സംസ്ഥാനം. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കടലാക്രമണത്തിന് സാധ്യത. കോഴിക്കോടും വയനാടും പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ. കോടഞ്ചേരി ചെമ്പുകടവ് പാലത്തിൽ വെള്ളം കയറി. നിലമ്പൂരിൽ പുഴയിൽ കുടുങ്ങിയത് കാട്ടാന. വഞ്ചിയൂരിൽ വീട്ടിൽ കയറി യുവതിയെ വെടിവെച്ച സ്ത്രീ വന്നത് ആറ്റിങ്ങൽ ഭാഗത്തു നിന്നെന്ന സൂചന. പ്രതിക്കായി ഇരുട്ടിൽ തപ്പി പോലീസ്. അക്രമത്തിന് പിറകിൽ വ്യക്തിവൈരാഗ്യമെന്ന് സംശയം. ഷിരൂർ ദൗത്യം അവസാനിപ്പിക്കരുതെന്ന് അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ. അർജുൻ എന്തു സംഭവിച്ചു എന്നുള്ളതിന് ഉത്തരം അത് കിട്ടിയേ മതിയാകൂ എന്നുള്ളതാണ്. അർജുൻ ലോറിയിൽ തന്നെയാണോ അല്ലെങ്കിൽ പുറത്തു പോയോ? ഇപ്പോൾ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ സംശയങ്ങളെല്ലാം നിലനിൽക്കാൻ കാരണത്തിൻ്റെ ഒരു അർജുനെ കാണാത്തത് കൊണ്ടാണ്. അർജുൻ എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിഞ്ഞാൽ മാത്രമേ അതിനെല്ലാം ഒരു ഉത്തരമാവുകയുള്ളൂ. പുഴയിലിറങ്ങി തെരച്ചിൽ ഇന്നും നടന്നില്ല. മണ്ണ് നീക്കാൻ ഇനി ഡ്രഡ്ജിംഗ് സാധ്യത. കാർഷിക സർവകലാശാലയിലെ വിദഗ്ധർ ഷിരൂരിലേക്ക്. കേരള സർവകലാശാല സിൻഡിക്കേറ്റിൽ വോട്ടെണ്ണുന്നതിനെ ചൊല്ലി തർക്കം. എണ്ണിയ സീറ്റുകളിൽ ഇടതിന് മുൻതൂക്കം. ഒരു BJP സ്ഥാനാർത്ഥിക്കും ജയം. VCക്ക് നേരെ ഇടത് സംഘടനകളുടെ പ്രതിഷേധം. ഡൽഹി കോച്ചിംഗ് സെന്റർ ദുരന്തത്തിൽ മരിച്ച മലയാളി നെവിന്റെ മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കും. ആം ആദ്മി സ്ഥാനത്തേക്ക് BJP നടത്തിയ മാർച്ചിൽ സംഘർഷം. 5 പേർ കൂടി അറസ്റ്റിൽ. വിഷയം പാർലമെന്റിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. Well, that was the first time we've had a shoot-off at Paris 2024. It was a dramatic one, but Muller saved herself. Ladies and gentlemen, please... പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗ് വിഭാഗത്തിൽ ഇന്ത്യക്ക് നിരാശ. രമിത ജിൻഡാലും അർജുൻ ബാബുദയും പുറത്ത്. വെങ്കല സാധ്യത നിലനിർത്തി മനു ഭാക്കർ സരബ്ജോത് സിംഗ് സഖ്യം. ഹോക്കിയിൽ ഇന്ത്യ അർജന്റീന മത്സരം സമനിലയിൽ. നോക്കാം വാർത്തകളിലേക്ക് വിശദമായി തന്നെ. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ വെള്ളിയാഴ്ച നിസ്കാരത്തിന് സൗകര്യമൊരുക്കണമെന്ന ആവശ്യത്തിൽ ഖേദപ്രകടനം നടത്തി മഹൽ കമ്മിറ്റി. കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റിന് മാപ്പു പറയുന്നുവെന്ന് മഹൽ കമ്മിറ്റി വ്യക്തമാക്കി. പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയുണ്ടാകില്ലെന്ന് കോളേജ് അധികൃതർ ഉറപ്പു നൽകി. വലിയ വിവാദത്തിലേക്കും ചർച്ചകളിലേക്കും നീണ്ട ഒരു വിഷയമായിരുന്നു മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ തങ്ങൾക്ക് പ്രാർത്ഥനാമുറി വേണം, പ്രത്യേക പ്രാർത്ഥനാമുറി വേണം നിസ്കരിക്കാനെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പ്രതിഷേധം. ഈ പ്രതിഷേധത്തെ തുടർന്ന് അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് നടത്തിയ ചില ചർച്ചകൾ, അതോടൊപ്പം തന്നെ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായ നിർണായകമായ തീരുമാനം, ഇതെല്ലാം തന്നെയാണ് ഈ വിഷയത്തെ വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ
കാര്യങ്ങൾ എത്തിച്ചിട്ടുള്ളത്. അതിൽ കോളേജ് തങ്ങളുടെ നിലപാടിൽ നിന്ന് യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. ഒരു പ്രത്യേക വിഭാഗത്തിന് ആർക്കും തന്നെയും പ്രത്യേകമായിട്ട് പ്രാർത്ഥനാ മുറികൾ അനുവദിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുകയില്ല. അതൊരു കീഴ്വഴക്കമായി പിന്നീട് മാറുകയും പല രീതിയിൽ അത് വ്യാഖ്യാനിക്കപ്പെടുകയും എല്ലാം ചെയ്യാം. അതുകൊണ്ട് തന്നെ അത്തരമൊരു നീക്കത്തിന് ഒരു പിന്തുണയും നൽകാനായിട്ട് മാനേജ്മെന്റ് ഭാഗത്തുനിന്ന് കഴിയുകയില്ല. ഇതൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്, അതിനെ ആ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ തയ്യാറല്ല എന്നതടക്കം കോളേജ് പ്രിൻസിപ്പലും മാനേജറും അടങ്ങുന്ന സമിതി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ 72 വർഷമായി നിർമ്മല കോളേജ് പുലർത്തി വന്നിരിക്കുന്ന അതേ നിലപാട് തന്നെ ശക്തവും വ്യക്തവും സുതാര്യവുമായി ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അതിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല എന്ന് പൊതുസമൂഹത്തെ അറിയിക്കുകയാണ്. പ്രസ്തുത ആവശ്യം ഒരു തരത്തിലും അനുവദിക്കേണ്ടില്ല എന്ന തീരുമാനത്തിലും ആണ് കോളേജ് ഇന്ന് നിലനിൽക്കുന്നത്. നിർമ്മല കോളേജ് എന്ന ഈ കലാലയത്തിന് നാളിതുവരെ പൊതുസമൂഹം നൽകി വന്നിരിക്കുന്ന എല്ലാ സഹകരണത്തിനും നിങ്ങളോടുള്ള നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. പ്രസ്തുത വിഷയത്തിന്മേൽ തെറ്റായ പ്രചരണങ്ങളിലൂടെ അനാവശ്യ സ്പർദ്ധ വളർത്തുവാൻ ഇടയാകരുത് എന്ന് വിനയപൂർവ്വം പൊതുസമൂഹത്തോട് അവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഇവിടെ കോളേജിന് തൊട്ടടുത്ത് അവരുടെ മോസ്ക് ഉണ്ട്. അവിടെ വിദ്യാർത്ഥിനികൾക്ക് പോകാൻ സാധിക്കും. ഏകദേശം ഒരു 20 മീറ്റർ ദൂരത്തിലാണ് ഈ മോസ്ക് സ്ഥിതി ചെയ്യുന്നത്. അവിടെ പോകാനായിട്ടുള്ള അനുവാദം അവർക്കുണ്ട്. അവിടെ പ്രാർത്ഥന നടത്തുന്നതിലും നമുക്ക് ബുദ്ധിമുട്ടില്ല. ഇതില് തങ്ങളുടെ നിലപാടുകൾക്ക് എല്ലാവരുടെയും പിന്തുണയുണ്ടെന്നും ഇവർ പറഞ്ഞിരുന്നു. വിവിധ രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കളടക്കം ഇക്കാര്യങ്ങൾ തങ്ങളുടെ നിലപാടുകൾ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിൽ യാതൊരു കാരണവശാലും ഒരിടപെടലും നടത്തിയിട്ടില്ലെന്നും ഇനി അത് ഉണ്ടാകുകയുമില്ലെന്നും വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ സംസ്ഥാന നേതാക്കൾ തന്നെ വ്യക്തമാക്കുകയും ചെയ്ത ഒരു സാഹചര്യവുമുണ്ട്. MSFനെ സംബന്ധിച്ചിടത്തോളം MSF അങ്ങനെ ഒരു സമരത്തിന് നേതൃത്വം കൊടുക്കുകയോ അങ്ങനെ ഒരു സമരത്തിന് ആഹ്വാനം ചെയ്യുകയോ MSFയുടെ അടയാളങ്ങൾ ആ സമരത്തിൽ ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ല. അവിടുത്തെ വിദ്യാർത്ഥികൾ നടത്തിയ സമരം വിദ്യാർത്ഥികളോട് സംസാരിക്കണം. MSFന്റെ ലേബലിൽ ഒരു സമരം അവിടെ നടന്നിട്ടില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു സമരമില്ല. ഞങ്ങൾ അങ്ങനെ സമരം നടത്തിയിട്ടില്ല. ഞങ്ങളുടെ കൊടിയോ അടയാളങ്ങളോ ആ സമരത്തിലില്ല. MSFന്റെ ഏതെങ്കിലും ഒരു ഘടകം ആ സമരത്തിന് ആഹ്വാനം ചെയ്തിട്ടില്ല. യൂണിറ്റ് MSFന്റെ ഘടകം ആ സമരത്തിൽ ഞങ്ങളില്ല, അത് വ്യാജമാണെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ജില്ലാ MSF ഇന്നലെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. സംസ്ഥാന MSF ഇന്നലെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. എന്തായാലും കോളേജ് അധികൃതരുടെ കർശനമായ ഒരു നിലപാടാണ് ഈ വിഷയത്തിൽ ഉണ്ടായത്. ഒപ്പം തന്നെയും കോളേജ് അധികൃതരുമായി ചർച്ച നടത്തുന്നതിന് വേണ്ടി മൂവാറ്റുപുഴയിലെ വിവിധ മഹല്ല കമ്മിറ്റികളുടെ ഭാരവാഹികളും ഇന്ന് നേരിട്ട് കോളേജിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. അത് ഈ വിഷയങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു. അത് രാഷ്ട്രീയപരമായും സാമൂഹ്യപരമായുമുള്ള വലിയ ചർച്ചകളിലേക്ക് വഴിമാറുന്നു എന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇവർ ഇവിടേക്ക് ചർച്ചകളിലേക്ക് എത്തിയത്. ചർച്ച ഏതാണ്ട് 1 മണിക്കൂറോളം നീണ്ടുനിന്നു. അതിനുശേഷം അവർ വ്യക്തമാക്കിയ കാര്യങ്ങൾ വളരെ നിർണായകമാണ്. കാരണം കുട്ടികൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് അവർ വ്യക്തമാക്കുന്നു. ഈ ഒരു തെറ്റ് അത് തിരുത്തുക തന്നെയാണ് വേണ്ടത്. ഇങ്ങനെയൊരു തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു നിലപാടുമായിട്ട് അവർ മുന്നോട്ട് പോയതിൽ തങ്ങൾ ഖേദം പ്രകടിപ്പിക്കുന്നതായി കോളേജ് മാനേജ്മെന്റിനോട് വിവിധ മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞിരുന്നു. ഈ തെറ്റുകൾ തിരുത്തപ്പെടേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് മതപരമായ കാര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് തങ്ങൾ തിരുത്താൻ തയ്യാറാണ്. അവരോട് തങ്ങൾ സംസാരിക്കാൻ തയ്യാറാണ്. അത്തരം കാര്യങ്ങളിൽ മറ്റുള്ള ഒരു ഇടപെടലുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ അവസാനിപ്പിക്കേണ്ടതാണ്. ഇത് പലരും പല രീതിയിൽ തന്നെയും ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് തങ്ങൾ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ടതെന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തു. കോളേജിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവങ്ങൾ അനിഷ്ടകരമാണ് എന്നാണ് ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത്. പ്രാർത്ഥനയ്ക്കും ആചാരാനുഷ്ഠാനങ്ങൾക്കുമൊക്കെ നിർദ്ദിഷ്ടമായ രീതികൾ ഇസ്ലാം മതം നിഷ്കർഷിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് തെറ്റുപറ്റി എന്ന കാര്യം ഇവിടുത്തെ അധികാരികളുടെ മുമ്പിൽ അംഗീകരിക്കുന്നതിനും അതിൽ സമുദായത്തിന്റെ ഖേദപ്രകടനം നടത്തുന്നതിനും വേണ്ടി ആണ് ഞങ്ങൾ ഈ അവസരം ഉപയോഗിച്ചിട്ടുള്ളത്. ഈ വിഷയത്തിൽ മറ്റ് ചർച്ചകൾ, അനാവശ്യമായ ഒരു ചർച്ചകൾ ഉണ്ടാകരുത്. ഇവിടം കൊണ്ട് ഇത് അവസാനിപ്പിക്കപ്പെടേണ്ടതാണ്. മൂവാറ്റുപുഴ നിർമ്മല കോളേജിന് തങ്ങളുടേതായ നിലപാടിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകാം. അതിന് എല്ലാവിധ പിന്തുണയും നിരുപാധിക പിന്തുണയും തങ്ങൾ നൽകുന്നുണ്ടെന്ന് മഹല്ല് ഭാരവാഹികൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പിന്നീട് മറ്റൊരു പ്രതികരണങ്ങളോ കാര്യങ്ങളോ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഈ വിഷയങ്ങൾ ഇവിടം കൊണ്ട് അവസാനിക്കുന്നു എന്ന് തന്നെയാണ് ഇവരുടെ എല്ലാം തന്നെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. വലിയ രീതിയിൽ തുടക്കത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും അത് വിവാദങ്ങളിലേക്ക് നടന്നു തുടങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജ് ഈ വിഷയത്തിൽ തങ്ങളുടെ തീരുമാനം കൈക്കൊണ്ടത്, നിർണായകമായ തീരുമാനം കൈക്കൊണ്ടത്. മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ വരികയും ചർച്ച നടത്തുകയും ഈ വിഷയങ്ങളിൽ അവരുടെ തീരുമാനവും രമ്യതയിലേക്ക് എത്തുന്നതിന്, ഇത് വലിയ കാലുഷ്യമല്ലാത്ത രീതിയിലേക്ക് അവസാനിക്കുന്നതിനെല്ലാം തന്നെ സഹായകരമായി ചെയ്തതാണ്.
നിർമ്മല കോളേജ് വിവാദം അവിടെ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചു. അത് അവിടെ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് ആ വിഷയം. ബജറ്റ് ചർച്ചയിൽ ലോക്സഭയിൽ ഭരണ പ്രതിപക്ഷ ബഹളം. കേന്ദ്ര ബജറ്റിനെ രൂക്ഷമായി വിമർശിച്ച് രാഹുൽ ഗാന്ധി. മോദിയും അമിത്ഷായും ഇന്ത്യയെ ചക്രവ്യൂഹത്തിൽ കുരുക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ധനമന്ത്രിയുടെ ബജറ്റ് ചക്രവ്യൂഹം ചമയ്ക്കുന്നവരെ സംരക്ഷിക്കാനാണ്. ഈ ചക്രവ്യൂഹത്തിന് പിന്നിൽ മോദിയാണ്. പിന്നോക്ക വിഭാഗങ്ങളെ അവഗണിച്ച ബജറ്റാണ് അവതരിപ്പിച്ചതെന്നും രാഹുൽ കുറ്റപ്പെടുത്തി. कुरुक्षेत्र में एक युवा को, अभिमन्यु को 6 लोगों ने चक्रव्यूह में मारा था. 6 चक्रव्यूह में फंसाकर मारा था. सर, चक्रव्यूह के अंदर डर होता है, हिंसा होती है, और अभिमन्यु को चक्रव्यूह में फंसाकर, ट्रैप कर 6 लोगों ने मारा. मैंने चक्रव्यूह के बारे में थोड़ी रिसर्च की और पता लगा कि चक्रव्यूह का एक दूसरा नाम होता है पद्मव्यूह, मतलब लोटस फॉर्मेशन. तो जो चक्रव्यूह होता है स्पीकर सर, वो लोटस के शेप में होता है, कमल के फूल के शेप में होता है. 21वीं सदी में सर एक नया चक्रव्यूह तैयार हुआ है स्पीकर सर, वो भी लोटस की शेप में है सर, और उसका चिन्ह प्रधानमंत्री जी अपनी छाती पर लगा के चलते हैं. सर, जो अभिमन्यु के साथ किया गया था, जो अभिमन्यु को चक्रव्यूह में फंसाया गया था, वही हिंदुस्तान के साथ किया गया है. हिंदुस्तान के युवाओं के साथ, हिंदुस्तान के किसानों के साथ, हमारी माताओं बहनों के साथ, स्मॉल बिजनेसेस के साथ, मीडियम साइज बिजनेस के साथ. सर, अभिमन्यु को 6 लोगों ने मारा था. उनके नाम द्रोणाचार्य, कर्ण, कृपाचार्य, कृतवर्मा, अश्वत्थामा और शकुनी. सर, आज भी चक्रव्यूह के बीच में 6 लोग हैं. सर, चक्रव्यूह के बिल्कुल सेंटर में, चक्रव्यूह में हजारों लोग होते हैं सर. രാഹുലിനെ എതിർത്ത് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. സഭയിലില്ലാത്തവരുടെ പേര് പറയരുതെന്ന് സ്പീക്കർ ഓം ബിർല രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു. नियम से चलता है. लोकसभा स्पीकर को चैलेंज करके आज सदन के नेता प्रतिपक्ष ने इस गरिमा को गिराया है. ऐसा नहीं चलता है. देश नियम से चलता है, सदन नियम से चलता है, संविधान से चलता है. ऐसा नहीं होता है. संवैधानिक पद पर है. आपके कई माननीय सदस्यों ने यहां पर मुझे लिख कर दिया है कि जो माननीय सदस्य का सदस्य नहीं है उसका नाम नहीं लें. आपने लिख के दिया है. नो, आपने क्या आप उसकी पालना करना चाहते हो? स्पीकर सर, गलत. मैं माननीय स्पीकर सर, एक मिनट, होल्ड ऑन. स्पीकर सर, अगर आप चाहते हैं तो मैं एक मिनट मैं प्रतिपक्ष के नेता से ये तो अपेक्षा करूंगा सही कि वो सदन की नियम मर्यादा को बने, ये अपेक्षा करता हूं. आप चाहे नहीं करें पर मैं अपेक्षा करता हूं. नहीं सर, मैं अगर आप चाहते हैं सर, मैं NSA का और अदानी और अंबानी का नाम इस लिस्ट से निकाल देता हूं. फिर माननीय सदस्य आप अगर आप चाहते हैं सर. प्लीज, मैं नहीं चाहता. सदन के नियम प्रक्रियाओं से सदन चलता है. सर, अगर आप कहते हैं मैं निकाल देता हूं. नो मैं 3 नाम यूज करूंगा. नहीं माननीय सदस्य. സംസ്ഥാനത്ത് വീണ്ടും മഴ കനത്തു. വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയാണ്. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെയുള്ള 9 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ശക്തമായ മഴയിൽ കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലയിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. ഇരുവഴിഞ്ഞിപ്പുഴയിലെ മലവെള്ളപ്പാച്ചിലിൽ മുക്കം, കാരശ്ശേരി, കൊടിയത്തൂർ എന്നിവിടങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. കോടഞ്ചേരി ചെമ്പുകടവ് പാലത്തിലും വെള്ളം കയറി.
നിലമ്പൂരിൽ ജനവാസ മേഖലയിലിറങ്ങിയ കാട്ടാന പുഴയിൽ വെള്ളമുയർന്നതോടെ ഏറെ നേരം തിരിച്ചു മടങ്ങാനാവാതെ കുടുങ്ങി. കരുളായി പാലങ്കര പാലത്തിന് താഴെ കരിമ്പുഴയിലാണ് സംഭവം. ഇന്നലെ രാത്രിയാണ് പിടിയാന പാലങ്കര ഓഴലക്കൽ ഭാഗത്ത് എത്തിയത്. ആന ഇറങ്ങുന്ന സമയത്ത് കരിമ്പുഴയിൽ വെള്ളം നന്നേ കുറവായിരുന്നു. എന്നാൽ പുലർച്ചെയോടെ വെള്ളം ഉയർന്നതോടെ ആന പുഴയിൽ കുടുങ്ങി. പലതവണ പുഴ നീന്താൻ ശ്രമിച്ചെങ്കിലും ഒഴുക്കിൽ പിടിക്കുകയായിരുന്നു. ഏകദേശം 1 മണിക്കൂറോളം പുഴയിൽ തമ്പടിച്ച ആന വന്ന വഴിയെ കാട്ടിലേക്ക് തിരിച്ചു. തിരുവനന്തപുരം വഞ്ചിയൂരിൽ വീട്ടിൽ കയറിയ യുവതിയെ എയർഗൺ ഉപയോഗിച്ച് വെടിവെച്ച അക്രമി എത്തിയത് ആറ്റിങ്ങൽ ഭാഗത്തു നിന്നെന്ന സൂചന. CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. ആക്രമണത്തിന് പിന്നിൽ വ്യക്തിവൈരാഗ്യമെന്ന സംശയവും ബലപ്പെടുകയാണ്. വഞ്ചിയൂർ പോസ്റ്റ് ഓഫീസ് ലൈനിൽ ഷിനി എന്ന യുവതിക്ക് നേരെ വെടിവയ്പുണ്ടായിട്ട് 1 ദിവസം പിന്നിടുകയാണ്. ഇപ്പോഴും ഷിനി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തുടരുകയാണ്. അവർ ആരോഗ്യസ്ഥിതി വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നുവെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. പക്ഷേ ആരാണ് ഈ അക്രമത്തിന് പിന്നിൽ ഉള്ളത് എന്നതിനെക്കുറിച്ച് ഔദ്യോഗികമായ സ്ഥിരീകരണമൊന്നും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്താണ് ഇത്തരമൊരു അക്രമത്തിലേക്ക് നയിച്ചതിന്റെ യഥാർത്ഥ കാരണം എന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് വിശദമായ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ കുടുംബാംഗങ്ങളുടെ മൊഴിയെടുക്കുകയും അതോടൊപ്പം തന്നെ ആശുപത്രിയിൽ നിന്ന് ഷിനിയുടെ മൊഴിയെടുക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ മൊഴിയെടുത്തതിൽ നിന്ന് കൂടുതൽ വിവരങ്ങളൊന്നും, അതായത് അന്വേഷണത്തിന് സഹായകരമാകുന്ന തരത്തിലുള്ള വിവരങ്ങളൊന്നും, പ്രതിയിലേക്ക് എത്തിച്ചേരുന്ന തരത്തിലുള്ള സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ സമീപ സ്ഥലങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിനിടയിൽ ഈ പ്രതി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന കാറിൽ രക്ഷപ്പെട്ടു പോകുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. പക്ഷേ ആ കാറിന്റെ നമ്പർ പ്ലേറ്റ് അതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ വ്യാജമാണ് എന്നാണ് കണ്ടെത്തിയത്. പക്ഷേ അത് പോയ റൂട്ട് അത് ആരുടെ പേരിലായിരുന്നു, അതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ വിശദമായ അന്വേഷണം ഒരു വശത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പ്രതിയിലേക്ക് എത്തിച്ചേരാൻ ഇപ്പോഴും പോലീസിന് കഴിയുന്നില്ല എന്ന് അവർ പറയുന്നതിന് പ്രധാനപ്പെട്ട കാരണം അന്വേഷണത്തിന് സഹായകരമാകുന്ന തരത്തിലുള്ള മൊഴി അത് ഷിനിയുടെ ഭാഗത്തുനിന്നോ കുടുംബാംഗങ്ങളുടെ ഭാഗത്തുനിന്നോ ലഭ്യമായിട്ടില്ല. അതായത് ഇങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മുൻവൈരാഗ്യം ഷിനിയോടോ കുടുംബാംഗങ്ങളോടോ ആർക്കെങ്കിലും ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇന്നലെ മുതൽ തന്നെ പോലീസിന്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് കൃത്യമായ ആസൂത്രിതമായ ഒരു അക്രമം തന്നെയെന്ന് പോലീസ് ഉറപ്പിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ നമ്പർ പ്ലേറ്റ് വ്യാജമായി ഘടിപ്പിച്ച ഒരു വാഹനത്തിൽ ഒരാളെത്തി ഷിനി എന്തിയെന്ന് ആവർത്തിച്ച് ചോദിച്ച് അവർ തന്നെ ഒപ്പിട്ട് നൽകണമെന്ന് പറഞ്ഞ് ഷിനി പുറത്തിറങ്ങുന്ന സമയത്ത് അവർക്ക് നേരെ വെടിതൊട്ടു എന്ന് പറയുമ്പോൾ അത് കൃത്യമായി ഷിനിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ നടന്ന അക്രമമായിരുന്നുവെന്ന് പോലീസ് ഉറപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ ഷിനിയോട് ആർക്കെങ്കിലും മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് മുൻപ് ലൈവ് 6-ൽ ഇടവേള. കർണാടക ഷിരൂരിൽ അർജുനെ കണ്ടെത്താൻ ഇന്ന് പുഴയിലിറങ്ങി തെരച്ചിലുണ്ടായില്ല. മണ്ണ് നീക്കുന്ന പ്രവൃത്തി മാത്രമാണ് ഷിരൂരിൽ നടക്കുന്നത്. പുഴയിൽ ഇനി ഡ്രെഡ്ജിംഗ് സാധ്യത പരിശോധിക്കാൻ വിദഗ്ധ സംഘം ഇന്ന് രാത്രി എത്തും. കർണാടകം രക്ഷാദൗത്യം പൂർണ്ണമായും നിർത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങളിലൂടെ വ്യക്തമാണ്. കാരണം ഇവിടെ ഇപ്പോൾ JCB ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് നീക്കം ചെയ്യുന്നൊരു പ്രവൃത്തി മാത്രമാണ് നടക്കുന്നത്. നദിയിൽ ഒരു തരത്തിലുമുള്ള രക്ഷാദൗത്യം നടക്കുന്നില്ല. അതായത് കർണാടക പൂർണ്ണമായും പിൻവാങ്ങിയിരിക്കുന്നു. ഇവിടെ സൈന്യമില്ല, അതുപോലെ തന്നെ മറ്റുള്ള പ്രകൃതി ദുരന്ത നിവാരണ സേന ഉൾപ്പെടെ ഇവിടുന്ന് പിൻവാങ്ങിയിരിക്കുന്നു, നാവികസേന പിൻവാങ്ങിയിരിക്കുന്നു. എന്തായാലും ഇതിൽ നിന്ന് കർണാടകം പുറകോട്ട് പോയിരിക്കുന്നു. കേരളത്തിൻ്റെ ശക്തമായ സമ്മർദ്ദങ്ങളെപ്പോലും മറികടന്നുകൊണ്ട് പിൻവാങ്ങിയിരിക്കുന്നു. ഒപ്പം തന്നെ ദേശീയപാത തുറന്നു കൊടുക്കുന്നതിൽ എന്തായാലും ഇതിൽ കൃത്യമായി മണ്ണ് നീക്കം ചെയ്തതിന് ശേഷവും ഇതിൻ്റെ സുരക്ഷാ പ്രശ്നങ്ങൾ ആലോചിച്ച ശേഷവുമായിരിക്കും ഇതിൽ ദേശീയപാത തുറന്നു കൊടുക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം ഇനി ഇതിന് ഡ്രെഡ്ജിംഗ് നടത്താൻ ആവശ്യമായ സംവിധാനം തൃശ്ശൂരിൽ നിന്ന് വരേണ്ടതുണ്ട്. എന്തായാലും അത് ഇത്രത്തോളം അടിയൊഴുക്കുള്ള ഒരു പുഴയിൽ, അത് ഗംഗാവലി നദിയിൽ നടക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും നമ്മുടെ കൂടെ ഇപ്പോൾ M. രാജഗോപാൽ MLA ചേരുന്നുണ്ട്. എന്താണ് അപ്പോൾ ഇവർ പൂർണ്ണമായി ഇത് നിർത്തി എന്നാണ് തോന്നുന്നില്ലേ നമുക്ക്? തീർത്തും ദൗർഭാഗ്യകരമാണ്. ഇന്നലെ വെള്ളത്തിലിറങ്ങി തെരച്ചിൽ തുടരുന്നില്ലെങ്കിൽ പോലും ഇവിടെ നിരീക്ഷണങ്ങളും മറ്റ് സംവിധാനങ്ങളും തുടരുമെന്നുള്ള രീതിയിലായിരുന്നു ഇന്നലെ പറഞ്ഞിരുന്നത്. പക്ഷേ അതിവിടെ ഒന്നും ഇന്ന് കാണുന്നില്ല. ഇതിപ്പോൾ കേരളത്തിൻ്റെ മാത്രം പ്രശ്നമില്ലല്ലോ, നമ്മുടെ 3 സഹോദരങ്ങളുണ്ടല്ലോ. ഇവിടെ ലോകേഷും ജഗന്നാഥനും ഉണ്ട്, അത് ഇവിടുത്തെ കുട്ടികളാണ്. അതുപോലെ നമ്മുടെ അർജുൻ ഈ അടുത്ത ദിവസങ്ങളിലായി മണിക്കൂറുകളായി വളരെ ഒരു നിഷേധാത്മകമായിട്ടുള്ള സമീപനമാണ് കാണുന്നത്. എങ്കിലും വളരെ സൗഹൃദപരമായിട്ടുള്ള നിലപാടാണ് ഇരു സർക്കാരുകളും തമ്മിൽ സ്വീകരിക്കുന്നത്.
കർണാടക മുഖ്യമന്ത്രിക്ക് കത്തെഴുതി തെരച്ചിൽ തുടരണമെന്നാവശ്യപ്പെട്ടു. തെരച്ചിൽ തുടരുമെന്നുള്ള രീതിയിലേക്കുള്ള പ്രതികരണങ്ങളാണ് ഇന്നലെ ഇവിടെ ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. പക്ഷേ ചില സാങ്കേതിക തടസ്സങ്ങൾ അവർ ഉന്നയിച്ചിരുന്നു. ഇതിൻ്റെ പുഴയുടെ അടിയൊഴുക്കും ഇന്നത്തെ നിലയിൽ അത് കണ്ടെത്താനുള്ള പ്രയാസങ്ങളൊക്കെ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ അതിനെ അതിജീവിക്കാൻ കഴിയും വിധത്തിലേക്കുള്ള യന്ത്ര സംവിധാനങ്ങൾ ഉറപ്പുവരുത്താനാണ് ഡ്രഡ്ജിങ്ങിൻ്റെ മെഷീനെക്കുറിച്ചൊക്കെ ആലോചിച്ചത്. തൃശ്ശൂരിൽ നിന്ന് ആ യന്ത്രം കൊണ്ടുവരുന്നതിനെ കുറിച്ച് ആലോചിച്ചു. ഇപ്പോൾ അതിൻ്റെ ടെക്നീഷ്യന്മാർ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഇവിടെ എത്തിച്ചേരും. അപ്പോൾ നാളെ അതിൻ്റെ രാവിലെ തന്നെ അത് നോക്കി മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നതിനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാര്യത്തിലും കർണാടകയുടെ ഭാഗത്തു നിന്ന് വേണ്ട രീതിയിലുള്ള സഹകരണം ഉണ്ടാവുമോ? സഹകരണം ഉണ്ടാവേണ്ടതാണ്. ഇപ്പോൾ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ അതിപ്പം ഇനി അവരുടെ ഭാഗത്ത് നിന്ന് എടുക്കുന്നതാണ്. കാരണം ഇതൊരു സ്റ്റേറ്റ് ഗവൺമെൻറ് മിഷനറി എന്നുള്ള നിലക്ക് നമുക്ക് മറ്റൊരു ഗവൺമെൻറ്റിന് ഇടപെടാനുള്ള പരിമിതികൾ ഏറെയുണ്ട്. അപ്പോൾ കർണാടക സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ഇതിൻ്റെ ഇനീഷ്യേറ്റീവ് എടുത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ മറിച്ച് കേരള ഗവൺമെൻറ് എന്നുള്ള നിലക്ക് പരമാവധി സഹായവും പിന്തുണയും പിൻബലവും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ആ ഒരു സമീപനമാണ് സംസ്ഥാന ഗവൺമെൻറ്റും ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയും സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നാളോടുകൂടി ഇത് വീണ്ടും പുനരാരംഭിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. ശക്തമായ സമ്മർദ്ദം കേരളത്തിലെ ഗവൺമെൻറ് നിലപാടിൽ ഒരു മാറ്റവുമില്ല. നമുക്ക് തെരച്ചിൽ ഊർജിതപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തണം. ആധുനിക സാങ്കേതിക വിദ്യകളടക്കം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എല്ലാ സങ്കേതങ്ങളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തുടരണമെന്നുള്ള അഭിപ്രായത്തിൽ തന്നെയാണ് കേരളം ഉള്ളത്. ഇപ്പോൾ നമുക്കറിയാം ഈ ഡ്രഡ്ജിങ് സംബന്ധിച്ച് ഇപ്പോൾ അവിടെ ഇത് കാർഷിക ആവശ്യത്തിനും മറ്റും ഉപയോഗിക്കുന്ന ഒരു യന്ത്രമാണ് ഈ ഡ്രഡ്ജിങ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ അത് ഇവിടെ എത്രത്തോളം പോസിബിളാണ്, എത്രത്തോളം പ്രാക്ടിക്കലാണ് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. വിദഗ്ധരുൾപ്പെടെ അതിൽ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ നമുക്ക് കാണാം നദിയിൽ അത്രയും അടിയൊഴുക്കുള്ളതാണ് ഗംഗാവലി. അവിടെ ഇത് ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും ഉറപ്പ് ലഭിച്ചിട്ടുണ്ടോ അതിൽ? അതെ, അങ്ങുൾപ്പെടെയുള്ള ആളുകൾക്കുള്ള ചില സംശയങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്കിപ്പോൾ അതിൻ്റെ ഒരു ശാസ്ത്രീയമായ അല്ലെങ്കിൽ അതിൻ്റെ ടെക്നീഷ്യൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിൻ്റെ ശരിയായ രീതിയിൽ അഭിപ്രായം പറയാൻ വേണ്ടി കഴിയില്ല. പക്ഷെ അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ വന്ന് അല്ലെങ്കിൽ ടെക്നീഷ്യൻ ഇവിടെ വന്ന് പരിശോധിച്ച് പറയേണ്ടുന്ന ഒരു അഭിപ്രായമാണ്. നമുക്ക് അപ്പോഴേ അതിനെ പ്രതികരിക്കാൻ കഴിയും. എന്തായാലും പ്രതീക്ഷിക്കുന്നു രക്ഷാദൗത്യം തുടരണമെന്നുള്ളതാണ് ശക്തമായിട്ട് നമ്മുടെ ആവശ്യം. എല്ലാം നിർത്തിവെച്ച് ഇപ്പോൾ ആരും തന്നെ ഇവിടെ ഇല്ല, ആരെയും നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല. JCBയുടെ ജോലി മാത്രമാണ് നടക്കുന്നത്. സൈന്യം പൂർണ്ണമായി പിൻവാങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റുള്ള പ്രകൃതി ദുരന്ത നിവാരണ സേന കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും അവരൊക്കെ ഇന്നലെ വരെ സജീവമായിരുന്നു, എല്ലാം പിൻവാങ്ങിയിരിക്കുന്നു. ശരിക്കും യഥാർത്ഥത്തിൽ ഇവർ ദൗത്യം നിർത്തി എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു വസ്തുത അല്ലേ? അതെ, ഇപ്പോൾ കാണുമ്പോൾ അതിൻ്റെ ഒരു ലക്ഷണങ്ങളാണ് ഇവിടെ പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ ഈശ്വരൊക്കെ വെളിപ്പാട് അകലെയുണ്ടെന്നും ഏത് സമയത്തും എന്നെ വിളിച്ചാൽ 3 മണിക്കൂർ മുമ്പേ എന്നെ വിളിച്ചാൽ ഞാൻ ആ സമയത്ത് തന്നെ ഇവിടെ എത്തുന്നതാണ് എന്നുള്ളൊരു ഉറപ്പിന് മേലാണ് ഇന്നലെ അദ്ദേഹം ഇവിടുന്ന് പോയിട്ടുള്ളത്, സ്പോട്ടിൽ നിന്ന് പോയിട്ടുള്ളത്. അർജുന് എന്താണ് സംഭവിച്ചതെന്നറിയാതെ നാട്ടിലേക്ക് മടങ്ങാനാവില്ല എന്ന് സഹോദരി ഭർത്താവ് ജിതിൻ. രക്ഷാദൌത്യം നിർത്തിവെച്ചത് ശരിയായില്ലെന്നും ഡ്രഡ്ജിങ്ങിൽ പ്രതീക്ഷയുണ്ടെന്നും ജിതിൻ ന്യൂസ് 18നോട് പറഞ്ഞു. അർജുൻ്റെ സഹോദരി ഭർത്താവായ ജിതിൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്തായാലും ദൗത്യം പൂർണ്ണമായും നിർത്തിയ പോലത്തെ ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഉള്ളത്. കാരണം ഇവിടെ സൈന്യം അടങ്ങിയിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ റോഡിലേക്ക് വീണിരിക്കുന്ന മണ്ണ് നീക്കം ചെയ്യുന്നൊരു പ്രവൃത്തി മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെയൊരു ഇത് പുനരാരംഭിക്കുമോ? എങ്ങനെയാണ് പ്രതീക്ഷയുണ്ടോ? പുനരാരംഭിക്കും എന്നുള്ള പ്രതീക്ഷ അത് ഉണ്ട്. പക്ഷേ അത് എന്നുള്ളതിലൊരു ചോദ്യചിഹ്നമുണ്ട്. ഈ സാഹചര്യത്തിൽ തൃശ്ശൂരിൽ നിന്ന് വരുന്ന ഓപ്പറേറ്റേഴ്സ് ഇവിടെ ഇന്ന് രാത്രി എത്തി. ഇതിന് ശേഷം നാളെ രാവിലെ ഇവിടുത്തെ സ്ഥലങ്ങൾ വിലയിരുത്തിയതിന് ശേഷമായിരിക്കും ഒരു തീരുമാനം ഉണ്ടാകുക എന്നാണ് അറിയാൻ പറ്റിയത്. അത് വിജയിക്കുകയാണെങ്കിൽ പിന്നെ കുറച്ച് ദിവസത്തിനുള്ളിൽ ഇവിടെ എത്തും എന്നാണ് അറിയാൻ പറ്റിയത്. പക്ഷേ ഇത്രയും നീണ്ടു പോകുമ്പോൾ കുടുംബത്തിനൊരു മാനസിക വിഷമമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ കയ്യിലല്ലാന്നെല്ലാം മനസ്സിലായിട്ടുണ്ട്. നാട്ടിലുള്ളവരൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ പറയുന്നത് അവരുടെ ആവശ്യം അർജുൻ എന്തു സംഭവിച്ചു എന്നുള്ളതിന് ഉത്തരം അത് കിട്ടിയേ മതിയാകൂ എന്നുള്ളതാണ്. അർജുൻ ലോറിയിൽ തന്നെയാണോ അല്ലെങ്കിൽ പുറത്തു പോയോ? ഇപ്പോൾ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ സംശയങ്ങളെല്ലാം നിലനിൽക്കാൻ കാരണത്തിൻ്റെ ഒരു അർജുനെ കാണാത്തത് കൊണ്ടാണ്. അർജുൻ എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിഞ്ഞാൽ മാത്രമേ അതിനെല്ലാം ഒരു ഉത്തരമാവുകയുള്ളൂ. ഷിരൂരിലെ ദുരന്തഭൂമിയിൽ നിന്ന് KP ധനേഷിനൊപ്പം S വിനേഷ് കുമാർ, ന്യൂസ് 18. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിൽ ഇടതിന് മുന്നേറ്റം. 5 സീറ്റുകളിൽ ഇടത് സ്ഥാനാർത്ഥികൾ വിജയിച്ചു. ഒരു BJP സ്ഥാനാർത്ഥിക്കും ജയം. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേർന്നു. ഡാൻ, കോടതിയുടെ ഇടപെടൽ, ഇടത് സംഘടനകളുടെ പ്രതിഷേധം, VC-ക്കെതിരെയുള്ള ഉപരോധം, ഇത്തരം എല്ലാ സംഭവങ്ങൾക്ക് ശേഷം തെരഞ്ഞെടുപ്പ് ഫലം വീണ്ടും വരുമ്പോൾ അതിൽ ഇടതിന് മുന്നേറ്റം വ്യക്തമായിരിക്കുന്നു. വിവരങ്ങൾ എന്താണ്? എങ്ങനെയാണ് വോട്ടെണ്ണലൊക്കെ തടസ്സപ്പെട്ടത് ചില സമയം മുൻപ്? നമുക്കറിയാം, വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഒടുവിലാണ് കോടതി ഇടപെടലിലൂടെ ഇന്ന് വോട്ടെടുപ്പ് നടന്നത്. അതിലാണ് ഇടതുപക്ഷം വലിയ നേട്ടം ഉണ്ടാക്കിയിരിക്കുന്നത്.
5 സീറ്റുകളിൽ ഇടത് സ്ഥാനാർത്ഥികൾ വിജയിച്ചിരിക്കുകയാണ്. പ്രമോദ്, വിനോദ് കുമാർ, അജയ്, റഹീം, പ്രകാശ് എന്നിവരാണ് വിജയിച്ചിരിക്കുന്നത്. ഏറ്റവും പറയേണ്ട ഒരു കാര്യം, ഒരു BJP സ്ഥാനാർത്ഥിയും വിജയിച്ചിരിക്കുന്നു എന്നതാണ്. BJP അനുകൂല സ്ഥാനാർത്ഥിയെ മത്സരിച്ച TR മനോജാണ് വിജയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായി BJP അംഗം കൂടി കേരള സർവകലാശാലയിൽ സിൻഡിക്കേറ്റിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഈ സിൻഡിക്കേറ്റിലെ വോട്ടെടുപ്പ് ഫലം വരുമ്പോൾ എടുത്തു പറയേണ്ടത് പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസ് ഉണ്ടായിരുന്ന ഒരു സീറ്റ് നഷ്ടമാവുകയും ചെയ്തിരിക്കുന്നു. ആകെ 9 സീറ്റുകളിലായിരുന്നു മത്സരം നടന്നത്. ഇതിൽ 3 ഇടത് സ്ഥാനാർത്ഥികൾ നേരത്തെ തന്നെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. നിലവിൽ 12 സീറ്റിൽ 8ലും ഇടത് സ്ഥാനാർത്ഥികൾക്ക് വിജയം വരിച്ചിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ഒരു സീറ്റിലാണ് ഇപ്പോൾ തർക്കം നിലനിൽക്കുന്നത്. ഡാൻ കുര്യൻ വിവരങ്ങൾ. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് വിദേശത്ത് നിന്ന് മരുന്നെത്തി. വാർത്ത കാണാം ഇടവേളയ്ക്ക് ശേഷം. ഡൽഹി സിവിൽ സർവീസ് കോച്ചിംഗ് സെന്ററിലെ ബേസ്മെന്റിൽ വെള്ളം കയറി മുങ്ങി മരിച്ച മലയാളി വിദ്യാർത്ഥി നെവിൻ ഡാൽവിന്റെ സംസ്കാരം നാളെ നടക്കും. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി. രാത്രി 8:45 ഡൽഹി തിരുവനന്തപുരം ഇൻഡിഗോ വിമാനത്തിൽ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകും. ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസ്, MP മാരായ ശശി തരൂർ, ഹൈബീഡൻ, P സന്തോഷ് കുമാർ എന്നിവർ RML ആശുപത്രിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. വിദ്യാർത്ഥി പ്രതിഷേധം 2ാം ദിവസത്തിലേക്ക് കടന്നതോടെ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ നടപടികൾ ശക്തമാക്കി. അപകടം നടന്ന റാവുസ് കോച്ചിംഗ് സെന്ററിന് മുന്നിലെ ഓടകൾ കയറിയുള്ള നിർമ്മാണം പൊളിച്ചു നീക്കാൻ തുടങ്ങി. സമീപത്തെ 13 കോച്ചിംഗ് സെന്ററുകളുടെ ബേസ്മെന്റ് സീൽ ചെയ്തു. റാവുസ് കോച്ചിംഗ് സെന്റർ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ ഉടമ ഉൾപ്പെടെ 5 പേരുടെ അറസ്റ്റ് കൂടി പോലീസ് രേഖപ്പെടുത്തി. നെവിന്റെ മൃതദേഹം ഇന്ന് രാത്രിയോടെയാണ് നാട്ടിലെത്തിക്കുക. തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് എത്തിക്കുക. പേയാട്ടെ വീട്ടുവളപ്പിലായിരിക്കും സംസ്കാരം നടക്കുക. പേയാട് പ്രാരത്ത് നെവിന്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അമ്മയുടെ വസതിയാണ് ഇവിടേക്കാണ് കൊണ്ടുവരുന്നത്. എപ്പോഴത്തേക്കാണ് കൊണ്ടുവരാനുള്ള ഒരു തീരുമാനം? രാത്രി 12:30 1 മണിയോട് കൂടി എയർപോർട്ടിൽ വരുമെന്നാണ് അറിവ്. 2 മണിക്കകത്ത് ഇവിടെ എത്തും. എന്തായാലും നാളെ 11:30 അടക്കമെന്നാണ്. പക്ഷെ ഇന്ന് വീട്ടിൽ വെക്കുക അല്ലെങ്കിൽ ആശുപത്രിയിൽ വെക്കുക? വീട്ടിലായിരിക്കും. വീട്ടിൽ. ഇപ്പോൾ ഇവിടെ ആരൊക്കെയാണ് ഉള്ളത്? നെവിന്റെ അമ്മ ഹോസ്പിറ്റലിലാണ്, സുഖമില്ലാതെ. അച്ഛനുണ്ട്. സഹോദരി ഹോസ്പിറ്റലിലാണ്. അവന് ഏറ്റവും ഒടുവിൽ എപ്പോഴാണ് ഇവിടെ നിന്ന് പോകുന്നത്? നാട്ടിൽ നിന്ന് പഠിക്കാൻ വേണ്ടി പോയത് എപ്പോഴായിരുന്നു? ഒരു 8 മാസത്തിനകത്ത്. ഇവിടെ നിന്ന് പോയിട്ട് 8 മാസം വരുമല്ലോ. ഇതെപ്പോഴാണ് നിങ്ങൾ വിവരം അറിയുന്നത്? എപ്പോഴായിരുന്നു? ഇന്നലെ രാവിലെ. ഇതിനകത്തൊരു അനാസ്ഥ ഉണ്ടെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. കാരണം ഇങ്ങനെ ഒരു അനാസ്ഥ ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ കൃത്യമായ പരിശോധനകൾ വേണമെന്നാണ്. അങ്ങനെ മറ്റു സ്ഥാപനങ്ങൾ അവിടെ പരിശോധന നടക്കുന്നുണ്ട്. പരിശോധന വേണമെന്നാണ് ആവശ്യം. അത്തരത്തിലും വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമാണ്. നെവിന്റെ ബന്ധുക്കളും അതോടൊപ്പം തന്നെ കുടുംബവുമായി അടുപ്പമുള്ള ആളുകളും എല്ലാം തന്നെ ഇവിടെ എത്തി. മന്ത്രി V ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള ആളുകളും ഇവിടേക്ക് എത്തി കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി. അങ്ങനെ ജനപ്രതിനിധികൾ അടക്കമുള്ളവരും എത്തിയിട്ടുണ്ട്. കാലടിയിലാണ് ഇവരുടെ കുടുംബം കഴിഞ്ഞ കുറേ വർഷമായി താമസിക്കുന്നത്. അച്ഛൻ്റെ നാട് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. ഇപ്പോൾ പേയാട് അമ്മയുടെ കുടുംബമാണ്. നാളെയാണ് സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിട്ടുള്ളത്. 11 മണിയോടുകൂടി സംസ്കാരം നടത്താനാണ് ഇപ്പോൾ ബന്ധുക്കൾ തീരുമാനിച്ചിരിക്കുന്നത്. അരുൺ സിന്ധുവിനൊപ്പം BB വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. 2ാം LDF സർക്കാർ പ്രതീക്ഷയ്ക്കൊത്തുയർന്നില്ലെന്ന് ബിനോയ് വിശ്വം. സാമ്പത്തിക ഞെരുക്കം ഇതിന് കാരണമായി. സർക്കാർ ലക്ഷ്യമിട്ട കാര്യങ്ങൾ നടത്താൻ സാധിച്ചില്ല. LDFന് സംഭവിച്ച പ്രതീക്ഷിക്കാത്ത തോൽവിക്ക് പിറകിൽ ജനങ്ങളുടെ സ്നേഹത്തിന്റെ മുന്നറിയിപ്പാണ്. ആ പാഠം CPI പഠിക്കുന്നുണ്ട്. CPM പഠിക്കണമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. പ്രതീക്ഷിക്കാത്ത തോൽവിയുണ്ടായി. ആ തോൽവി എല്ലാ അർത്ഥത്തിലും അപ്രതീക്ഷിതമായിരുന്നു. ആ തോൽവിയുടെ പിറകിൽ ഞങ്ങളുടെ വിശ്വാസം ജനങ്ങൾ സ്നേഹപൂർവ്വം LDFന് ഒരു മുന്നറിയിപ്പേകുകയെന്നാണ്. ഇടതുപക്ഷ ഗവൺമെൻറ് ഇടതുപക്ഷത്തിൻ്റെ താല്പര്യങ്ങളെയും മൂല്യങ്ങളെയും നിലപാടുകളെയും വർഗതാല്പര്യങ്ങളെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ജനങ്ങൾ ചിന്തിക്കുന്നത്. ആ വഴിക്ക് ഗവൺമെൻറ് പോകണമെന്ന് ഞങ്ങളുടെ ജനങ്ങൾ ഞങ്ങൾക്ക് മുന്നറിയിപ്പേകിയതാണ്. ആ പാഠം ഞങ്ങൾ പഠിക്കുന്നുണ്ട്. ഇത് CPI പഠിക്കും, CPM പഠിക്കും, LDF ആകെ പഠിക്കും. അതിൻ്റെ വെളിച്ചത്തിൽ LDF തിരുത്തൽ വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകും. വടകരയിലെ വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് സംഭവത്തിൽ കേസ് ഡയറി ഹാജരാക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം. വടകര പോലീസ് ഇൻസ്പെക്ടർക്കാണ് കോടതിയുടെ നിർദ്ദേശം. ഓഗസ്റ്റ് 12 മുൻപ് കേസ് ഡയറി ഹാജരാക്കണം.
CN പ്രകാശ് വിവരങ്ങളുമായി ചേരുന്നു. പ്രകാശ്, എന്തെല്ലാം നിർദ്ദേശങ്ങൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു? ഈ കേസ് ഡയറി ഹാജരാക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഇതുമായി ഉയർന്ന രാഷ്ട്രീയ വിവാദങ്ങൾ സംബന്ധിച്ച് എന്തെങ്കിലും രീതിയിലുള്ള പരാമർശം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു? വടകരയിലെ വ്യാജ കാപ്പൻ സ്ക്രീൻഷോട്ട് കേസിലെ കേസ് ഡയറി ഹാജരാക്കാനാണ് പോലീസിന് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. വടകര പോലീസ് ഇൻസ്പെക്ടർക്കാണ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം. 2 ആഴ്ചക്കകം കേസ് ഡയറി ഹാജരാക്കണമെന്നാണ് ഉത്തരവ്. ലീഗ് പ്രവർത്തകനായ PK ഖാസിം നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. CN പ്രകാശ്. ഇനി പാരീസ് ഒളിമ്പിക്സിലേക്ക്. 10.8 मुल्लर की ओर से और ഇന്ന് പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗ് വിഭാഗത്തിൽ ഇന്ത്യക്ക് നിരാശയാണ്. 10 മീറ്റർ എയർ റൈഫിൾ വനിതാ വിഭാഗത്തിൽ രമിത ജിൻഡാലും പുരുഷ വിഭാഗത്തിൽ അർജുൻ ബാബുദയും പുറത്തായി. ही शॉट्स थोड़े लेफ्ट की तरफ जा रहे हैं. देखिए उन्होंने वापस एडजस्ट किया है. आई हैव अ फीलिंग कि रमिता शूटिंग अच्छी कर रही हैं. उनका ग्रुप थोड़ा പൊതുസമൂഹം നൽകി വന്നിരിക്കുന്ന എല്ലാ സഹകരണത്തിനും നിങ്ങളോടുള്ള നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. പ്രസ്തുത വിഷയത്തിന്മേൽ തെറ്റായ പ്രചരണങ്ങളിലൂടെ അനാവശ്യ സ്പർദ്ധ വളർത്തുവാൻ ഇടയാകരുത് എന്ന് വിനയപൂർവ്വം പൊതുസമൂഹത്തോട് അവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. നിർമ്മല കോളേജ് ഓട്ടോണമസ് ഈസ്റ്റ് കോളേജ് നിർമ്മല എന്ന പേരിൽ അറിയപ്പെടുന്നതിന് കാരണം ഇതിന്റെ നിലപാട് ശക്തമാണ്, വ്യക്തമാണ്, സുതാര്യമാണ് എന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇത്ര കേരളത്തിലും അതോടൊപ്പം തന്നെ ഭാരതത്തിന് പുറത്തുമുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കുകയും അന്വേഷിക്കുകയും ഈ അഭിപ്രായത്തെ പിന്താങ്ങുകയും ചെയ്യുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവും പൊതുസമൂഹം ഇത് അംഗീകരിക്കുന്നു. ഇതുതന്നെയായിരിക്കണം പൊതുസമൂഹത്തിന്റെയും നമ്മുടെയും നിലപാട് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് മാധ്യമ സുഹൃത്തുക്കൾ പൊതുസമൂഹത്തിന്റെ സ്വരം എന്ന നിലയിൽ നിങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. ഇതിനുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഈ കോളേജ് എന്നും പുലർത്തുന്നതാണ് എന്നറിയിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡത അത് നിലനിർത്താൻ, സൂക്ഷിക്കാൻ, സംരക്ഷിക്കാൻ കടപ്പെട്ടവരാണ് എന്നൊരു കാര്യവും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമുക്കതിനെക്കുറിച്ച് അറിയില്ല, അങ്ങനത്തെ ഒരു നിലപാട് കണ്ടില്ല. കണ്ടപ്പോൾ തന്നെ നമ്മൾ അവരോട് ആവശ്യപ്പെട്ടു, നിങ്ങൾക്ക് ഇവിടെ കോളേജിന് തൊട്ടടുത്ത് അവരുടെ മോസ്ക് ഉണ്ട്, അവിടെ വിദ്യാർത്ഥിനികൾക്ക് പോകാൻ സാധിക്കും. ഏകദേശം ഒരു 20 മീറ്റർ ദൂരത്തിലാണ് ഈ മോസ്ക് സ്ഥിതി ചെയ്യുന്നത്. അവിടെ പോകാനായിട്ടുള്ള അനുവാദം അവർക്കുണ്ട്. അവിടെ പ്രാർത്ഥന നടത്തുന്നതിലും നമുക്ക് ബുദ്ധിമുട്ടില്ല. കാരണം എല്ലാ കോളേജുകളിലും 3/4 മണിക്കൂർ സമയം മാത്രമാണ്, 45 മിനിറ്റ് സമയമൊക്കെയാണ് ഇന്റർവെൽ ഉള്ളത്. പക്ഷേ നിർമ്മല കോളേജിൽ 1 മണിക്കൂർ സമയമുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ 10-20 മീറ്റർ ദൂരത്തിലുള്ള പള്ളിയിൽ പോയി വരാൻ അവർക്ക് സാധിക്കും. അതിനുള്ള അവസരം അവർക്കുണ്ട്. അത് ഒരു തരത്തിലും നിഷേധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ആലോചന കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അന്വേഷണങ്ങൾ നടത്താവുന്നതാണ്. മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അന്വേഷണങ്ങൾ നടത്താം. ഞങ്ങളൊരു നിലപാട് അങ്ങനെ കാണിക്കുന്നില്ല. കഴിഞ്ഞ 72 വർഷമായി നിർമ്മല കോളേജ് പുലർത്തി പോന്നിരുന്ന ഈ നിലപാടിൽ നിന്ന് യാതൊരു വ്യത്യാസവും സംഭവിച്ചിട്ടില്ല. അത് തന്നെ ഇനി തുടരുകയും ചെയ്യും. ഇതേവരെ ഇങ്ങനെയൊരു ആവശ്യം പറഞ്ഞ് നിർമ്മല കോളേജിലോ എനിക്ക് തോന്നുന്നു കേരളത്തിൽ മറ്റ് സ്ഥാപനങ്ങളിലോ വന്നിട്ടുണ്ട് എന്ന് എന്റെ അറിവിലില്ല. ഇത് നമ്മുടെ നാടിന്റെ ഒരു പ്രശ്നമല്ലേ? അതിനെ നമ്മൾ സ്വീകരിക്കുന്നത്, ഈ ഒരു പ്രശ്നത്തെ നമ്മൾ അഭിമുഖീകരിക്കുന്നത് ഇങ്ങനെയൊന്നും ഉണ്ടാകല്ലേ എന്നൊരാഗ്രഹത്തോടു കൂടിയാണ്. അങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈ നിലപാട് സംരക്ഷിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് അതിന് സപ്പോർട്ടായിട്ട് കോടതിയിലേക്ക് വരുന്നതും ഇത്തരത്തിലൊരു വാർത്തയിൽ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഒരു പൊതുകാര്യ പ്രസക്തമായിട്ടുള്ള വിഷയമായിട്ട് ഇതിനെ കൈകാര്യം ചെയ്യുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവരുടെ പെട്ടെന്നുള്ളൊരു പ്രകോപനത്തിലായിരിക്കാം. പക്ഷേ ഇത്തരത്തിലുള്ള ഇങ്ങനെയുള്ള ഒരു നിലപാടുകളോട് പൊതുസമൂഹം സൂക്ഷിക്കുന്ന ഒരു ജാഗ്രത, അതാണ് ഇത്തരത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത്. അപ്പോൾ ജനം ഒരിക്കലും ഇത് ആഗ്രഹിക്കുന്നില്ല, പൊതുസമൂഹം ഇതൊരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്തരം ഈ പ്രശ്നത്തോട് വളരെ ക്രിയാത്മകമായി പൊതുസമൂഹം പ്രതികരിക്കുന്നു. ഈ നിലപാടുകൾ, നിർമ്മല കോളേജ് എടുത്ത നിലപാട് അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്, അത് വ്യക്തമാണ്, അത് ശക്തമാണ്, അത് സുതാര്യമാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെടുകയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളിലൂടെ. അതിനോട് അവര് സഹകരിക്കുന്നു, അല്ലെങ്കിൽ അതിനെ അവർ പിന്താങ്ങുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
ഒരു വിഭാഗം വിദ്യാർത്ഥികളുടെ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മാനേജ്മെന്റ് നിലപാടെടുത്തതോടെ മഹല്ല് ഭാരവാഹികൾ കോളേജിലെത്തി അധികൃതരുമായി ചർച്ച നടത്തി. കുട്ടികളുടെ നടപടി അപക്വമാണെന്നും അവർക്ക് തെറ്റുപറ്റിയെന്നും കോളേജിൽ നടന്ന സംഭവം അത് ദൗർഭാഗ്യകരമാണ് എന്നും ചർച്ചയ്ക്ക് ശേഷം മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ വെള്ളിയാഴ്ച നിസ്കാരത്തിന് സൗകര്യമൊരുക്കണമെന്ന കുട്ടികളുടെ ആവശ്യം ബോധപൂർവമായി നീക്കുമെന്ന് കോളേജ് മാനേജ്മെന്റ്. നിസ്കാരത്തിന് കോളേജിനടുത്തുള്ള മുസ്ലിം പള്ളിയിൽ സൗകര്യമുണ്ടെന്നും ആരും അനാവശ്യ സ്പർദ്ധ വളർത്തരുതെന്നും പ്രിൻസിപ്പൽ ഫാദർ ഫ്രാൻസിസ് കണ്ണാടൻ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 71 വർഷമായി മികച്ച അക്കാദമിക നിലവാരവും പാരമ്പര്യവും പുലർത്തുന്ന മധ്യകേരളത്തിലെ സ്വയംഭരണ പദവിയുള്ള ഒരു സ്ഥാപനമാണ് നിർമ്മല കോളേജ്. 3000-ൽ പരം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ശ്രേഷ്ഠമായ കലാലയമാണ് ഇത്. ഉയർന്ന മതേതര മൂല്യവും സാഹോദര്യവും സഹിഷ്ണുതയും ഉറപ്പുവരുത്തുന്ന അക്കാര്യത്തിൽ എപ്പോഴും ബദ്ധശ്രദ്ധ പുലർത്തുന്ന ഒരു സ്ഥാപനമാണ് നിർമ്മല കലാലയം. കഴിഞ്ഞ ജൂലൈ 26-ാം തീയതി വെള്ളിയാഴ്ച കോളേജിൽ നടന്ന പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിനികൾ നിസ്കാരം നടത്തുവാൻ ഒരു മുറി അനുവദിക്കണം എന്നാവശ്യപ്പെടുകയായി സംഘം ചേരുകയും പ്രസ്തുത ആവശ്യം എഴുതി തയ്യാറാക്കി പ്രിൻസിപ്പലിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. കോളേജ് ഇത് പരിശോധിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്രകാലം കഴിഞ്ഞ 72 വർഷമായി നിർമ്മല കോളേജ് പുലർത്തി വന്നിരിക്കുന്ന അതേ നിലപാട് തന്നെ ശക്തവും വ്യക്തവും സുതാര്യവുമായി ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അതിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല എന്ന് പൊതുസമൂഹത്തെ അറിയിക്കുകയാണ്. പ്രസ്തുത ആവശ്യം ഒരു തരത്തിലും അനുവദിക്കേണ്ടില്ല എന്ന തീരുമാനത്തിലും ആണ് കോളേജ് ഇന്ന് നിലനിൽക്കുന്നത്. നിർമ്മല കോളേജ് എന്ന ഈ കലാലയത്തിന് നാളിതുവരെ പൊതുസമൂഹം നൽകി വന്നിരിക്കുന്ന എല്ലാ സഹകരണത്തിനും നിങ്ങളോടുള്ള നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. പ്രസ്തുത വിഷയത്തിന്മേൽ തെറ്റായ പ്രചരണങ്ങളിലൂടെ അനാവശ്യ സ്പർദ്ധ വളർത്തുവാൻ ഇടയാകരുത് എന്ന് വിനയപൂർവ്വം പൊതുസമൂഹത്തോട് അവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. നിർമ്മല കോളേജ് ഓട്ടോണമസ് ഈസ്റ്റ് കോളേജ് നിർമ്മല എന്ന പേരിൽ അറിയപ്പെടുന്നതിന് കാരണം ഇതിന്റെ നിലപാട് ശക്തമാണ്, വ്യക്തമാണ്, സുതാര്യമാണ് എന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇത്ര കേരളത്തിലും അതോടൊപ്പം തന്നെ ഭാരതത്തിന് പുറത്തുമുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കുകയും അന്വേഷിക്കുകയും ഈ അഭിപ്രായത്തെ പിന്താങ്ങുകയും ചെയ്യുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവും പൊതുസമൂഹം ഇത് അംഗീകരിക്കുന്നു. ഇതുതന്നെയായിരിക്കണം പൊതുസമൂഹത്തിന്റെയും നമ്മുടെയും നിലപാട് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് മാധ്യമ സുഹൃത്തുക്കൾ പൊതുസമൂഹത്തിന്റെ സ്വരം എന്ന നിലയിൽ നിങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. ഇതിനുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഈ കോളേജ് എന്നും പുലർത്തുന്നതാണ് എന്നറിയിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡത അത് നിലനിർത്താൻ, സൂക്ഷിക്കാൻ, സംരക്ഷിക്കാൻ കടപ്പെട്ടവരാണ് എന്നൊരു കാര്യവും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമുക്കതിനെക്കുറിച്ച് അറിയില്ല, അങ്ങനത്തെ ഒരു നിലപാട് കണ്ടില്ല. കണ്ടപ്പോൾ തന്നെ നമ്മൾ അവരോട് ആവശ്യപ്പെട്ടു, നിങ്ങൾക്ക് ഇവിടെ കോളേജിന് തൊട്ടടുത്ത് അവരുടെ മോസ്ക് ഉണ്ട്, അവിടെ വിദ്യാർത്ഥിനികൾക്ക് പോകാൻ സാധിക്കും. ഏകദേശം ഒരു 20 മീറ്റർ ദൂരത്തിലാണ് ഈ മോസ്ക് സ്ഥിതി ചെയ്യുന്നത്. അവിടെ പോകാനായിട്ടുള്ള അനുവാദം അവർക്കുണ്ട്. അവിടെ പ്രാർത്ഥന നടത്തുന്നതിലും നമുക്ക് ബുദ്ധിമുട്ടില്ല. കാരണം എല്ലാ കോളേജുകളിലും 3/4 മണിക്കൂർ സമയം മാത്രമാണ്, 45 മിനിറ്റ് സമയമൊക്കെയാണ് ഇന്റർവെൽ ഉള്ളത്. പക്ഷേ നിർമ്മല കോളേജിൽ 1 മണിക്കൂർ സമയമുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ 10-20 മീറ്റർ ദൂരത്തിലുള്ള പള്ളിയിൽ പോയി വരാൻ അവർക്ക് സാധിക്കും. അതിനുള്ള അവസരം അവർക്കുണ്ട്. അത് ഒരു തരത്തിലും നിഷേധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ആലോചന കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അന്വേഷണങ്ങൾ നടത്താവുന്നതാണ്. മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അന്വേഷണങ്ങൾ നടത്താം. ഞങ്ങളൊരു നിലപാട് അങ്ങനെ കാണിക്കുന്നില്ല. കഴിഞ്ഞ 72 വർഷമായി നിർമ്മല കോളേജ് പുലർത്തി പോന്നിരുന്ന ഈ നിലപാടിൽ നിന്ന് യാതൊരു വ്യത്യാസവും സംഭവിച്ചിട്ടില്ല. അത് തന്നെ ഇനി തുടരുകയും ചെയ്യും. ഇതേവരെ ഇങ്ങനെയൊരു ആവശ്യം പറഞ്ഞ് നിർമ്മല കോളേജിലോ എനിക്ക് തോന്നുന്നു കേരളത്തിൽ മറ്റ് സ്ഥാപനങ്ങളിലോ വന്നിട്ടുണ്ട് എന്ന് എൻ്റെ അറിവിലില്ല. ഇത് നമ്മുടെ നാടിന്റെ ഒരു പ്രശ്നമല്ലേ? അതിനെ നമ്മൾ സ്വീകരിക്കുന്നത്, ഈ ഒരു പ്രശ്നത്തെ നമ്മൾ അഭിമുഖീകരിക്കുന്നത് ഇങ്ങനെയൊന്നും ഉണ്ടാകല്ലേ എന്നൊരാഗ്രഹത്തോടു കൂടിയാണ്. അങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈ നിലപാട് സംരക്ഷിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് അതിന് സപ്പോർട്ടായിട്ട് കോടതിയിലേക്ക് വരുന്നതും ഇതിനെ ഇത്തരത്തിലൊരു വാർത്തയിൽ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഒരു പൊതുകാര്യ പ്രസക്തമായിട്ടുള്ള വിഷയമായിട്ട് ഇതിനെ കൈകാര്യം ചെയ്യുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവരുടെ പെട്ടെന്നുള്ളൊരു പ്രകോപനത്തിലായിരിക്കാം. പക്ഷേ ഇത്തരത്തിലുള്ള ഇങ്ങനെയുള്ള ഒരു നിലപാടുകളോട് പൊതുസമൂഹം സൂക്ഷിക്കുന്ന ഒരു ജാഗ്രത,
അതാണ് ഇത്തരത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത്. അപ്പോൾ ജനം ഒരിക്കലും ഇത് ആഗ്രഹിക്കുന്നില്ല, പൊതുസമൂഹം ഇതൊരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്തരം ഈ പ്രശ്നത്തോട് വളരെ ക്രിയാത്മകമായി പൊതുസമൂഹം പ്രതികരിക്കുന്നു. ഈ നിലപാടുകൾ നിർമ്മല കോളേജ് എടുത്ത നിലപാടിൽ അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്, അത് വ്യക്തമാണ്, അത് ശക്തമാണ്, അത് സുതാര്യമാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെടുകയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളിലൂടെ. അതിനോട് അവർ സഹകരിക്കുന്നു, അല്ലെങ്കിൽ അതിനെ അവർ പിന്താങ്ങുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു വിഭാഗം വിദ്യാർത്ഥികളുടെ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മാനേജ്മെന്റ് നിലപാടെടുത്തതോടെ മഹൽ ഭാരവാഹികൾ കോളേജിലെത്തി അധികൃതരുമായി ചർച്ച നടത്തി. കുട്ടികളുടെ നടപടി അപക്വമാണെന്നും അവർക്ക് തെറ്റുപറ്റിയെന്നും കോളേജിൽ നടന്ന സംഭവം അത് ദൗർഭാഗ്യകരമാണ് എന്നും ചർച്ചയ്ക്ക് ശേഷം മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ വെള്ളിയാഴ്ച നിസ്കാരത്തിന് സൗകര്യമൊരുക്കണമെന്ന കുട്ടികളുടെ ആവശ്യം ബോധപൂർവമായി നീക്കുമെന്ന് കോളേജ് മാനേജ്മെന്റ്. നിസ്കാരത്തിന് കോളേജിനടുത്തുള്ള മുസ്ലിം പള്ളിയിൽ സൗകര്യമുണ്ടെന്നും ആരും അനാവശ്യ സ്പർദ്ധ വളർത്തരുതെന്നും പ്രിൻസിപ്പൽ ഫാദർ ഫ്രാൻസിസ് കണ്ണാടൻ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 71 വർഷമായി മികച്ച അക്കാദമിക നിലവാരവും പാരമ്പര്യവും പുലർത്തുന്ന മധ്യകേരളത്തിലെ സ്വയംഭരണ പദവിയുള്ള ഒരു സ്ഥാപനമാണ് നിർമ്മല കോളേജ്. 3000-ൽ പരം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ശ്രേഷ്ഠമായ കലാലയമാണ് ഇത്. ഉയർന്ന മതേതര മൂല്യവും സാഹോദര്യവും സഹിഷ്ണുതയും ഉറപ്പുവരുത്തുന്ന അക്കാര്യത്തിൽ എപ്പോഴും ബദ്ധശ്രദ്ധ പുലർത്തുന്ന ഒരു സ്ഥാപനമാണ് നിർമ്മല കലാലയം. കഴിഞ്ഞ ജൂലൈ 26-ാം തീയതി വെള്ളിയാഴ്ച കോളേജിൽ നടന്ന പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിനികൾ നിസ്കാരം നടത്തുവാൻ ഒരു മുറി അനുവദിക്കണം എന്നാവശ്യപ്പെടുകയായി സംഘം ചേരുകയും പ്രസ്തുത ആവശ്യം എഴുതി തയ്യാറാക്കി പ്രിൻസിപ്പലിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. കോളേജ് ഇത് പരിശോധിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്രകാലം കഴിഞ്ഞ 72 വർഷമായി നിർമ്മല കോളേജ് പുലർത്തി വന്നിരിക്കുന്ന അതേ നിലപാട് തന്നെ ശക്തവും വ്യക്തവും സുതാര്യവുമായി ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അതിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല എന്ന് പൊതുസമൂഹത്തെ അറിയിക്കുകയാണ്. പ്രസ്തുത ആവശ്യം ഒരു തരത്തിലും അനുവദിക്കേണ്ടില്ല എന്ന തീരുമാനത്തിലും ആണ് കോളേജ് ഇന്ന് നിലനിൽക്കുന്നത്. നിർമ്മല കോളേജ് എന്ന ഈ കലാലയത്തിന് നാളിതുവരെ പൊതുസമൂഹം നൽകി വന്നിരിക്കുന്ന എല്ലാ സഹകരണത്തിനും നിങ്ങളോടുള്ള നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. പ്രസ്തുത വിഷയത്തിന്മേൽ തെറ്റായ പ്രചരണങ്ങളിലൂടെ അനാവശ്യ സ്പർദ്ധ വളർത്തുവാൻ ഇടയാകരുത് എന്ന് വിനയപൂർവ്വം പൊതുസമൂഹത്തോട് അവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. നിർമ്മല കോളേജ് ഓട്ടോണമസ് ഈസ്റ്റ് കോളേജ് നിർമ്മല എന്ന പേരിൽ അറിയപ്പെടുന്നതിന് കാരണം ഇതിന്റെ നിലപാട് ശക്തമാണ്, വ്യക്തമാണ്, സുതാര്യമാണ് എന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇത്ര കേരളത്തിലും അതോടൊപ്പം തന്നെ ഭാരതത്തിന് പുറത്തുമുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കുകയും അന്വേഷിക്കുകയും ഈ അഭിപ്രായത്തെ പിന്താങ്ങുകയും ചെയ്യുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവും പൊതുസമൂഹം ഇത് അംഗീകരിക്കുന്നു. ഇതുതന്നെയായിരിക്കണം പൊതുസമൂഹത്തിന്റെയും നമ്മുടെയും നിലപാട് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് മാധ്യമ സുഹൃത്തുക്കൾ പൊതുസമൂഹത്തിന്റെ സ്വരം എന്ന നിലയിൽ നിങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. ഇതിനുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഈ കോളേജ് എന്നും പുലർത്തുന്നതാണ് എന്നറിയിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡത അത് നിലനിർത്താൻ, സൂക്ഷിക്കാൻ, സംരക്ഷിക്കാൻ കടപ്പെട്ടവരാണ് എന്നൊരു കാര്യവും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമുക്കതിനെക്കുറിച്ച് അറിയില്ല, അങ്ങനത്തെ ഒരു നിലപാട് കണ്ടില്ല. കണ്ടപ്പോൾ തന്നെ നമ്മൾ അവരോട് ആവശ്യപ്പെട്ടു, നിങ്ങൾക്ക് ഇവിടെ കോളേജിന് തൊട്ടടുത്ത് അവരുടെ മോസ്ക് ഉണ്ട്, അവിടെ വിദ്യാർത്ഥിനികൾക്ക് പോകാൻ സാധിക്കും. ഏകദേശം ഒരു 20 മീറ്റർ ദൂരത്തിലാണ് ഈ മോസ്ക് സ്ഥിതി ചെയ്യുന്നത്. അവിടെ പോകാനായിട്ടുള്ള അനുവാദം അവർക്കുണ്ട്. അവിടെ പ്രാർത്ഥന നടത്തുന്നതിലും നമുക്ക് ബുദ്ധിമുട്ടില്ല. കാരണം എല്ലാ കോളേജുകളിലും 3/4 മണിക്കൂർ സമയം മാത്രമാണ്, 45 മിനിറ്റ് സമയമൊക്കെയാണ് ഇന്റർവെൽ ഉള്ളത്. പക്ഷേ നിർമ്മല കോളേജിൽ 1 മണിക്കൂർ സമയമുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ 10-20 മീറ്റർ ദൂരത്തിലുള്ള പള്ളിയിൽ പോയി വരാൻ അവർക്ക് സാധിക്കും. അതിനുള്ള അവസരം അവർക്കുണ്ട്. അത് ഒരു തരത്തിലും നിഷേധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ആലോചന കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അന്വേഷണങ്ങൾ നടത്താവുന്നതാണ്. മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അന്വേഷണങ്ങൾ നടത്താം. ഞങ്ങളൊരു നിലപാട് അങ്ങനെ കാണിക്കുന്നില്ല. കഴിഞ്ഞ 72 വർഷമായി നിർമ്മല കോളേജ് പുലർത്തി പോന്നിരുന്ന ഈ നിലപാടിൽ നിന്ന് യാതൊരു വ്യത്യാസവും സംഭവിച്ചിട്ടില്ല. അത് തന്നെ ഇനി തുടരുകയും ചെയ്യും. ഇതേവരെ ഇങ്ങനെയൊരു ആവശ്യം പറഞ്ഞ് നിർമ്മല കോളേജിലോ എനിക്ക് തോന്നുന്നു കേരളത്തിൽ മറ്റ് സ്ഥാപനങ്ങളിലോ വന്നിട്ടുണ്ട് എന്ന് എൻ്റെ അറിവിലില്ല. ഇത് നമ്മുടെ നാടിന്റെ ഒരു പ്രശ്നമല്ലേ?
അതിനെ നമ്മൾ സ്വീകരിക്കുന്നത്, ഈ ഒരു പ്രശ്നത്തെ നമ്മൾ അഭിമുഖീകരിക്കുന്നത് ഇങ്ങനെയൊന്നും ഉണ്ടാകല്ലേ എന്നൊരാഗ്രഹത്തോടു കൂടിയാണ്. അങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈ നിലപാട് സംരക്ഷിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് അതിന് സപ്പോർട്ടായിട്ട് കോടതിയിലേക്ക് വരുന്നതും ഇതിനെ ഇത്തരത്തിലൊരു വാർത്തയിൽ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഒരു പൊതുകാര്യ പ്രസക്തമായിട്ടുള്ള വിഷയമായിട്ട് ഇതിന് കൈകാര്യം ചെയ്യുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവരുടെ പെട്ടെന്നുള്ളൊരു പ്രകോപനത്തിലായിരിക്കാം. പക്ഷേ ഇത്തരത്തിലുള്ള ഇങ്ങനെയുള്ള ഒരു നിലപാടുകളോട് പൊതുസമൂഹം സൂക്ഷിക്കുന്ന ഒരു ജാഗ്രത, അതാണ് ഇത്തരത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത്. അപ്പോൾ ജനം ഒരിക്കലും ഇത് ആഗ്രഹിക്കുന്നില്ല, പൊതുസമൂഹം ഇതൊരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്തരം ഈ പ്രശ്നത്തോട് വളരെ ക്രിയാത്മകമായി പൊതുസമൂഹം പ്രതികരിക്കുന്നു. ഈ നിലപാടുകൾ, നിർമ്മല കോളേജ് എടുത്ത നിലപാടിൽ അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്, അത് വ്യക്തമാണ്, അത് ശക്തമാണ്, അത് സുതാര്യമാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെടുകയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളിലൂടെ. അതിനോട് അവർ സഹകരിക്കുന്നു, അല്ലെങ്കിൽ അതിനെ അവർ പിന്താങ്ങുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു വിഭാഗം വിദ്യാർത്ഥികളുടെ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മാനേജ്മെന്റ് നിലപാടെടുത്തതോടെ മഹൽ ഭാരവാഹികൾ കോളേജിലെത്തി അധികൃതരുമായി ചർച്ച നടത്തി. കുട്ടികളുടെ നടപടി അപക്വമാണെന്നും അവർക്ക് തെറ്റുപറ്റിയെന്നും കോളേജിൽ നടന്ന സംഭവം അത് ദൗർഭാഗ്യകരമാണ് എന്നും ചർച്ചയ്ക്ക് ശേഷം മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ വെള്ളിയാഴ്ച നിസ്കാരത്തിന് സൗകര്യമൊരുക്കണമെന്ന കുട്ടികളുടെ ആവശ്യം ബോധപൂർവമായി നീക്കുമെന്ന് കോളേജ് മാനേജ്മെന്റ്. നിസ്കാരത്തിന് കോളേജിനടുത്തുള്ള മുസ്ലിം പള്ളിയിൽ സൗകര്യമുണ്ടെന്നും ആരും അനാവശ്യ സ്പർദ്ധ വളർത്തരുതെന്നും പ്രിൻസിപ്പൽ ഫാദർ ഫ്രാൻസിസ് കണ്ണാടൻ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 71 വർഷമായി മികച്ച അക്കാദമിക നിലവാരവും പാരമ്പര്യവും പുലർത്തുന്ന മധ്യകേരളത്തിലെ സ്വയംഭരണ പദവിയുള്ള ഒരു സ്ഥാപനമാണ് നിർമ്മല കോളേജ്. 3000-ൽ പരം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ശ്രേഷ്ഠമായ കലാലയമാണ് ഇത്. ഉയർന്ന മതേതര മൂല്യവും സാഹോദര്യവും സഹിഷ്ണുതയും ഉറപ്പുവരുത്തുന്ന അക്കാര്യത്തിൽ എപ്പോഴും ബദ്ധശ്രദ്ധ പുലർത്തുന്ന ഒരു സ്ഥാപനമാണ് നിർമ്മല കലാലയം. കഴിഞ്ഞ ജൂലൈ 26-ാം തീയതി വെള്ളിയാഴ്ച കോളേജിൽ നടന്ന പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിനികൾ നിസ്കാരം നടത്തുവാൻ ഒരു മുറി അനുവദിക്കണം എന്നാവശ്യപ്പെടുകയായി സംഘം ചേരുകയും പ്രസ്തുത ആവശ്യം എഴുതി തയ്യാറാക്കി പ്രിൻസിപ്പലിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. കോളേജ് ഇത് പരിശോധിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്രകാലം കഴിഞ്ഞ 72 വർഷമായി നിർമ്മല കോളേജ് പുലർത്തി വന്നിരിക്കുന്ന അതേ നിലപാട് തന്നെ ശക്തവും വ്യക്തവും സുതാര്യവുമായി ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അതിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല എന്ന് പൊതുസമൂഹത്തെ അറിയിക്കുകയാണ്. പ്രസ്തുത ആവശ്യം ഒരു തരത്തിലും അനുവദിക്കേണ്ടില്ല എന്ന തീരുമാനത്തിലും ആണ് കോളേജ് ഇന്ന് നിലനിൽക്കുന്നത്. നിർമ്മല കോളേജ് എന്ന ഈ കലാലയത്തിന് നാളിതുവരെ പൊതുസമൂഹം നൽകി വന്നിരിക്കുന്ന എല്ലാ സഹകരണത്തിനും നിങ്ങളോടുള്ള നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. പ്രസ്തുത വിഷയത്തിന്മേൽ തെറ്റായ പ്രചരണങ്ങളിലൂടെ അനാവശ്യ സ്പർദ്ധ വളർത്തുവാൻ ഇടയാകരുത് എന്ന് വിനയപൂർവ്വം പൊതുസമൂഹത്തോട് അവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. നിർമ്മല കോളേജ് ഓട്ടോണമസ് ഈസ്റ്റ് കോളേജ് നിർമ്മല എന്ന പേരിൽ അറിയപ്പെടുന്നതിന് കാരണം ഇതിന്റെ നിലപാട് ശക്തമാണ്, വ്യക്തമാണ്, സുതാര്യമാണ് എന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇത്ര കേരളത്തിലും അതോടൊപ്പം തന്നെ ഭാരതത്തിന് പുറത്തുമുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കുകയും അന്വേഷിക്കുകയും ഈ അഭിപ്രായത്തെ പിന്താങ്ങുകയും ചെയ്യുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവും പൊതുസമൂഹം ഇത് അംഗീകരിക്കുന്നു. ഇതുതന്നെയായിരിക്കണം പൊതുസമൂഹത്തിന്റെയും നമ്മുടെയും നിലപാട് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് മാധ്യമ സുഹൃത്തുക്കൾ പൊതുസമൂഹത്തിന്റെ സ്വരം എന്ന നിലയിൽ നിങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. ഇതിനുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഈ കോളേജ് എന്നും പുലർത്തുന്നതാണ് എന്നറിയിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡത അത് നിലനിർത്താൻ, സൂക്ഷിക്കാൻ, സംരക്ഷിക്കാൻ കടപ്പെട്ടവരാണ് എന്നൊരു കാര്യവും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമുക്കതിനെക്കുറിച്ച് അറിയില്ല, അങ്ങനത്തെ ഒരു നിലപാട് കണ്ടില്ല. കണ്ടപ്പോൾ തന്നെ നമ്മൾ അവരോട് ആവശ്യപ്പെട്ടു, നിങ്ങൾക്ക് ഇവിടെ കോളേജിന് തൊട്ടടുത്ത് അവരുടെ മോസ്ക് ഉണ്ട്, അവിടെ വിദ്യാർത്ഥിനികൾക്ക് പോകാൻ സാധിക്കും. ഏകദേശം ഒരു 20 മീറ്റർ ദൂരത്തിലാണ് ഈ മോസ്ക് സ്ഥിതി ചെയ്യുന്നത്. അവിടെ പോകാനായിട്ടുള്ള അനുവാദം അവർക്കുണ്ട്. അവിടെ പ്രാർത്ഥന നടത്തുന്നതിലും നമുക്ക് ബുദ്ധിമുട്ടില്ല. കാരണം എല്ലാ കോളേജുകളിലും 3/4 മണിക്കൂർ സമയം മാത്രമാണ്, 45 മിനിറ്റ് സമയമൊക്കെയാണ് ഇന്റർവെൽ ഉള്ളത്. പക്ഷേ നിർമ്മല കോളേജിൽ 1 മണിക്കൂർ സമയമുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ 10-20 മീറ്റർ ദൂരത്തിലുള്ള പള്ളിയിൽ പോയി വരാൻ അവർക്ക് സാധിക്കും. അതിനുള്ള അവസരം അവർക്കുണ്ട്. അത് ഒരു തരത്തിലും നിഷേധിച്ചിട്ടില്ല എന്നാണ് പറയാനുള്ളത്.
അങ്ങനെ ഒരു ആലോചന കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അന്വേഷണങ്ങൾ നടത്താവുന്നതാണ്. മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ നിങ്ങൾക്ക് അതിനെ കുറിച്ച് അന്വേഷണങ്ങൾ നടത്താം. ഞങ്ങളൊരു നിലപാട് അങ്ങനെ കാണിക്കുന്നില്ല. കഴിഞ്ഞ 72 വർഷമായി നിർമ്മല കോളേജ് പുലർത്തി പോന്നിരുന്ന ഈ നിലപാടിൽ നിന്ന് യാതൊരു വ്യത്യാസവും സംഭവിച്ചിട്ടില്ല. അത് തന്നെ ഇനി തുടരുകയും ചെയ്യും. ഇതേവരെ ഇങ്ങനൊരു ആവശ്യം പറഞ്ഞ് നിർമ്മല കോളേജിലോ എനിക്ക് തോന്നുന്നു കേരളത്തിൽ മറ്റ് സ്ഥാപനങ്ങളിലോ വന്നിട്ടുണ്ട് എന്ന് എൻ്റെ അറിവിലില്ല. ഇത് നമ്മുടെ നാടിൻ്റെ ഒരു പ്രശ്നമല്ലേ? അതിനെ നമ്മൾ സ്വീകരിക്കുന്നത്, ഈ ഒരു പ്രശ്നത്തെ നമ്മൾ അഭിമുഖീകരിക്കുന്നത് ഇങ്ങനെയൊന്നും ഉണ്ടാകല്ലേ എന്നൊരാഗ്രഹത്തോടു കൂടിയാണ്. അങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ നിലപാട് സംരക്ഷിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് അതിന് സപ്പോർട്ടായിട്ട് കോടതിയിലേക്ക് വരുന്നതും ഇത്തരത്തിലൊരു വാർത്തയിൽ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഒരു പൊതുകാര്യ പ്രസക്തമായിട്ടുള്ള വിഷയമായിട്ട് ഇതിന് കൈകാര്യം ചെയ്യുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവരുടെ പെട്ടെന്നുള്ളൊരു പ്രകോപനത്തിലായിരിക്കാം. പക്ഷേ ഇത്തരത്തിലുള്ള ഇങ്ങനെയുള്ള ഒരു നിലപാടുകളോട് പൊതുസമൂഹം സൂക്ഷിക്കുന്ന ഒരു ജാഗ്രത, അതാണ് ഇത്തരത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത്. അപ്പോൾ ജനം ഒരിക്കലും ഇത് ആഗ്രഹിക്കുന്നില്ല, പൊതുസമൂഹം ഇതൊരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പ്രശ്നത്തോട് വളരെ ക്രിയാത്മകമായി പൊതുസമൂഹം പ്രതികരിക്കുന്നു. ഈ നിലപാടുകൾ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ചാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിന രാമാഗമന മഹോത്സവം എത്രയും ആമോദം ഉൾക്കൊണ്ടു കേട്ടു ഗുഹന്തതാ സ്വാമിയായിഷ്ടവയസ്യനായുള്ളൊരു രാമൻ തിരുവടിയെ കണ്ടു വന്ദിപ്പാൻ പക്വമനസോടും ഭക്തീവസത്വരം പക്വഫലമതു പുഷ്പാദികളെല്ലാം കൈക്കൊണ്ടു ചെന്ന് രാമാഗ്രേ വിനിക്ഷിപ്യാം ഭക്തൈവ ദണ്ഡ നമസ്കാരവും ചെയ്തു പെട്ടെന്നെടുത്തെഴുന്നേൽപ്പിച്ചു വശസി തുഷ്ട്യാ ദൃഢം അണച്ചാശ്ലേഷവും ചെയ്തു മന്ദഹാസം പൂണ്ട് മാധുര്യപൂർവകം മന്ദേതരം കുശലപ്രശ്നവും ചെയ്ത് കഞ്ചവിലോചനൻ തൻ തിരുമേനി കണ്ടഞ്ജലി പൂണ്ടു ഗുഹനുമുര ചെയ്തു കന്യനായടിയനിന്നു കേവലം നിർണയം നൈഷാദ ജന്മവും പാവനം നൈഷാദമായുള്ള രാജ്യമിതുമൊരു ദൂഷണഹീനമധീനമല്ലോ തവ കിങ്കരനാം അടിയനെയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചു കൊള്ളുക സന്തോഷം ഉൾക്കൊണ്ടിനി നിന്തിരുവടി സന്തതമത്ര വസിച്ചരുളിടണം അന്തഃപുരം മമ ശുദ്ധമാക്കിയിടണം അന്തർമുദാ പാദപത്മരേണുക്കളായി ശ്രീരാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ.